MBBS, അതും MBBS in ഉസ്ബെക്കിസ്ഥാൻ. A to Z കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. +2 പരീക്ഷ കഴിഞ്ഞ് സയൻസ് വിദ്യാർത്ഥികൾ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുമായിരിക്കും. ഇനി അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്തൊരു എയിം എന്ന് പറയുന്നത് ഒരു കോഴ്സിന് ചേരുക. കൂടുതലും വിദ്യാർത്ഥികൾ മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്, അതും MBBS ഫീൽഡ്. ഇപ്പൊ ഈ MBBS ഫീൽഡിൽ തന്നെ നാട്ടിൽ അഡ്മിഷൻസ് ആഗ്രഹിക്കുന്നവരുണ്ട്, എബ്രോഡ് പോയി പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ കാണും. നാട്ടിലെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നീറ്റിന് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് കോളേജുകളിൽ ഫീസ് കുറവില്ല നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ നമ്മൾ നാട്ടില് ഈ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒക്കെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 കോടിക്ക് മുകളിലൊക്കെ പോകേണ്ടി വരുമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നവര് കൂടുതലും സ്റ്റുഡൻസും നോക്കുന്നത് എബ്രോഡ് MBBS തന്നെയാണ്. ബഡ്ജറ്റ് ഉള്ളവർ മാത്രമല്ല കേട്ടോ, എബ്രോഡ് MBBS പഠിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവർ എബ്രോഡോട് തന്നെയാണ് MBBS പഠനം നോക്കുക. അപ്പൊ ഇങ്ങനൊരു ഘട്ടത്തില് എബ്രോഡ് MBBS പഠനം നേടുകയും വേണം, എന്നാൽ വളരെ അഫോർഡബിൾ ആയിട്ടൊരു കൺട്രി ആയിരിക്കണം. അതുമാത്രമല്ല NMC പറഞ്ഞിരിക്കുന്ന എല്ലാ റൂൾസും അല്ലെങ്കിൽ എല്ലാ നോംസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കൺട്രിയുമാണ്. സോ ഈ ഒരു കൺട്രി ഏതാണ്? ഇങ്ങനെയുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺട്രി, അതുപോലെ NMC ഗൈഡ് ലൈൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കൺട്രി. സോ ഇത് ഏത് കൺട്രിയാണ് ഇപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ കുറെ കൺഫ്യൂസ്ഡും ഡൗട്ടും ഒക്കെ അടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ നോർമലി MBBS പഠനം എബ്രോഡ് ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ എബ്രോഡ് പോയി പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവര് ചൂസ് ചെയ്യുന്ന എബ്രോഡ് MBBS കൺട്രീസ് എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻ കൺട്രീസ്, യൂറോ ഏഷ്യൻ കൺട്രീസ്, അല്ലാന്നുണ്ടെങ്കിൽ ഏഷ്യൻ കൺട്രീസ്. ഈ ഒരു 3 കൺട്രീസിലുള്ള കോളേജുകൾ, യൂണിവേഴ്സിറ്റികളിലാണ് പൊതുവെ കൂടുതലും ആൾക്കാർ ചൂസ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം നല്ലൊരു കോളേജ്, യൂണിവേഴ്സിറ്റീസ് ഒക്കെ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഏഷ്യൻ കൺട്രീസിലൊക്കെയാണ്, അതായത് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് പോലുള്ള ഉസ്ബെക്കിസ്ഥാനൊക്കെയാണ് കൂടുതലും മലയാളി സ്റ്റുഡൻസ് ഇന്ന് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പം എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ട് തന്നെയാണ്, വൈ ഉസ്ബെക്കിസ്ഥാൻ, എന്തുകൊണ്ടല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചർച്ച ചെയ്താലോ. അപ്പൊ ചർച്ച ചെയ്യാൻ വരട്ടെ. അപ്പൊ അതിനു മുമ്പ് കുറെ ഡൗട്ട്സും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ. എന്തുകൊണ്ടാണ് ഉസ്ബെക്കിസ്ഥാൻ, വൈ ഉസ്ബെക്കിസ്ഥാൻ? ഉസ്ബെക്കിസ്ഥാൻ ബെറ്റർ ആണോ? ഉസ്ബെക്കിസ്ഥാനിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ? എബ്രോഡ് പഠനം ആഗ്രഹിക്കുന്നവർ എന്തുകൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യുന്നു? വേറെ കൺട്രീസ് ഇല്ലേ? എങ്ങനത്തെ ഒരു പ്ലേസ് ആയിരിക്കും ഉസ്ബെക്കിസ്ഥാൻ? എങ്ങനെയായിരിക്കും ക്ലൈമറ്റ്? അവിടുത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും? അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് കുറേ ഡൗട്ട്സ് ഉണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് ഇതിനെയൊക്കെ കുറിച്ചൊന്ന് ചർച്ച ചെയ്താലോ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉസ്ബെക്കിസ്ഥാനിലെ MBBS പഠനം ചൂസ് ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച്, അതായത് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ കൺട്രീനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് അനലൈസേഷൻ ആണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. സോ ആരും കാണാതെ പോരുത് കേട്ടോ. ഉസ്ബെക്കിസ്ഥാൻ സെൻട്രൽ ഏഷ്യൻ കൺട്രി മാത്രമല്ല, വളരെ അഫോർഡബിൾ ഫീസിൽ MBBS പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്നത്തെ കാലത്ത് ചൂസ് ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ്. കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ടർക്കമെനിസ്ഥാൻ ഇങ്ങനെയുള്ള കൺട്രീസുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് താഷ്കണ്ട് ആണ്. നമ്മൾ ഇന്ത്യ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 30 മിനിറ്റ് ആണ് ടൈം ഡിഫറൻസ് വരിക. അതായത് ഇന്ത്യൻ ടൈമുമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസ്ബെക്കിസ്ഥാന്റെ ടൈം എന്ന് പറയുന്നത് ഇന്ത്യൻ ടൈമിനേക്കാൾ ഒരു 30 മിനിറ്റ് പുറകിൽ ആണ് എന്ന് നമ്മൾ പറയാം. അത് മാത്രമല്ല ഉസ്ബെക്കിസ്ഥാനിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഉസ്ബെക്ക് ഉണ്ട്, റഷ്യൻ ഉണ്ട്, അതുകൂടാതെ ഇംഗ്ലീഷും വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ലാംഗ്വേജ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ വരുന്നില്ല. ഉസ്ബെക്കിസ്ഥാനിലെ കറൻസി എന്ന് പറയുന്നത് ഉസ്ബെക് സോം ആണ്. ബട്ട് പൊതുവെ ഇവിടുത്തെ സ്റ്റുഡൻസ്, അതായത് നമ്മളെ മലയാളി സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പൊതുവെ കൈകാര്യം ചെയ്ത് വരുന്നത് ഡോളർ കറൻസികൾ തന്നെയാണ്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് അവിടെ വരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസും ഇന്റർനാഷണൽ സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ആൻഡ് സേഫസ്റ്റ് പ്ലേസ് തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കൺട്രി NMC പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ്. അപ്പൊ NMC ഗൈഡ് ലൈൻസിനെ കുറിച്ചൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആരും ടെൻഷൻ ആവണ്ട. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഓൾറെഡി തന്നെ NMC ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ നേരെ അത് പോയി കണ്ടാൽ മതി. സോ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ തിരിച്ച് നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്നില്ല. കാരണം NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് നാട്ടിൽ വന്ന് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ,
FMG അഥവാ നെക്സ്റ്റ് എന്ന് പറഞ്ഞ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. ഇനി ഉസ്ബെക്കിസ്ഥാന്റെ മെഡിക്കൽ കോളേജുകളുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ടോട്ടൽ നമ്പർ ഓഫ് 28 കോളേജുകളാണ്, അതായത് 28 മെഡിക്കൽ കോളേജുകളാണ് ഉസ്ബെക്കിസ്ഥാനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 13 പ്രൈവറ്റ് കോളേജുകളും ബാലൻസ് വരുന്ന 15 ഗവൺമെന്റ് കോളേജുകളുമാണ് വരുന്നത്. സോ ഇത് മാത്രമല്ല, നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് ലൈസൻസ്ഡ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എക്സാമിനേഷൻ ഒന്നും ഇവിടെ വരുന്നില്ല. അതായത് ഒരു കുട്ടി MBBS പഠനം നടത്തിയതിനു ശേഷം, അതായത് പഠനം പൂർത്തിയായതിനു ശേഷം ഏത് കൺട്രിയിലാണോ പഠിക്കുന്നത്, ഇപ്പം കസാഖിസ്ഥാൻ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കസാഖിസ്ഥാൻ ആണെങ്കിൽ കസാഖിസ്ഥാൻ അവിടെ ലൈസൻസ് പ്രാക്ടീസ് എക്സാമിനേഷൻ വരുന്നുണ്ട് കേട്ടോ. അതായത് MBBS പഠനം നടത്തിയതിനു ശേഷം അവിടെ ഒരു എക്സാമിനേഷൻ നമുക്ക് എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് അവിടുത്തെ ലൈസൻസ് പ്രാക്ടീസ് കിട്ടത്തുള്ളൂ. ബട്ട് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് പ്രാക്ടീസിന് സെപ്പറേറ്റ് എക്സാമിനേഷൻ ഒന്നും വരുന്നില്ല. അവർ പറയുന്ന ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 6 വർഷത്തെ പഠനം പൂർത്തിയാക്കണം. അതായത് 5 വർഷത്തെ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് കമ്പൽസറി ആയിട്ട് പൂർത്തിയാക്കണം. അതും നിങ്ങൾ ഏതൊരു കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ MBBS പഠനം നടത്തുന്നത് അവിടെ തന്നെ ആയിരിക്കണം നിങ്ങൾ 1 ഇയർ കമ്പൽസറി ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കണ്ടീഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന MBBS കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആ ഒരു കൺട്രിയിലെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. സോ ഇതാണ് അവിടെ നിങ്ങൾക്ക് ലൈസൻസ് പ്രാക്ടീസ് കിട്ടാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പഠനം നടത്തിയതിനു ശേഷം സ്റ്റുഡൻസിന് ഈസി ആയിട്ട് ലൈസൻസ് പ്രാക്ടീസ്, അതായത് രജിസ്ട്രേഷൻ കിട്ടാനുള്ള വളരെയധികം ചാൻസ് കൂടുതലുള്ള ഒരു കൺട്രി കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ധാരാളമല്ലേ ഉസ്ബെക്കിസ്ഥാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് പറയാൻ. ഇനി നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് പ്രയർ അല്ലെങ്കിൽ സ്റ്റുഡൻസ്, അതായത് മലയാളി സ്റ്റുഡൻസ് ഇന്നത്തെ കാലത്ത് ചൂസ് ചെയ്യുന്ന നമ്പർ 1 ഒരു കോളേജിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വേറൊന്നുമല്ല, ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഫർഗാനയിലെ തന്നെ ഒരു കോളേജാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഫർഗാന എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ റീച്ചബിലിറ്റിക്ക് ആയിക്കോട്ടെ വളരെ എളുപ്പമുള്ള ഒരു പ്ലേസ് കൂടിയാണ് ഈ പറയുന്നത്. ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് ഇന്ന് ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്, ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയും കൂടിയാണ് ഈ ഫർഗാന എന്ന് പറയുന്നത്. അത് മാത്രമല്ല 1991 ഈ ഒരു ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഉസ്ബെക്കിസ്ഥാനിൽ നോർമലി വരുന്ന ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത് മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്, അതായത് നോർമൽ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. ഇന്ത്യൻസിന് നല്ല രീതിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒത്തുപോകാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ്. റഷ്യയെ പോലെ അത്ര തണുപ്പുള്ള ക്ലൈമറ്റ് ഒന്നും അല്ല ഇവിടെ വരുന്നത്. നമ്മൾ ഇന്ത്യൻ സ്കിന്നിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഉസ്ബെക്കിസ്ഥാനിലും വരുന്നത്. ഇത് മാത്രമല്ല, ഈ ഒരു കൺട്രീനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി എന്നാണ് നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. ഗേൾസ് സ്റ്റുഡൻസ് ഒക്കെ പോകാനായിട്ട് സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേൾസിനൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള കൺട്രി തന്നെയാണ്. ക്രൈം റേഷ്യോ വരുമ്പോഴത്തേക്കും മോഡറേറ്റ് അല്ലെങ്കിൽ ലോ ക്രൈം റേഷ്യോ ഒക്കെ വരുന്ന ഒരു കൺട്രി തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇനി ഉസ്ബെക്കിസ്ഥാനിലോട്ടുള്ള നമ്മുടെ ട്രാവലിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വയ ഫ്ലൈറ്റ് വഴിയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഫ്ലൈറ്റിൽ തന്നെ നമുക്ക് 2 വേസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് വേ എന്ന് പറയുന്നത് കേരള ടു ഡൽഹി, ഡൽഹി ടു താഷ്കണ്ട് ഈ ഒരു വഴിയാണ് വരുന്നത്. സെക്കൻഡ് വേ വരുന്നതെന്ന് പറഞ്ഞാൽ കേരള ടു മിഡിൽ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ് ടു താഷ്കണ്ട് ഈ ഒരു വേ ആണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ വേയിൽ നമുക്ക് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷാർജ ആയിക്കോട്ടെ ദുബായ് ആയിക്കോട്ടെ, ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഏതൊരു എയർപോർട്ടാണോ അവിടെ നിന്ന് നമുക്ക് താഷ്കണ്ടിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നു ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ കൺട്രിയിലോട്ട് നിങ്ങൾക്ക് എയർപോർട്ടിൽ പോയി ഇറങ്ങാനായിട്ടുള്ള അവൈലബിലിറ്റി, ഫ്ലൈറ്റ് അവൈലബിലിറ്റി നമുക്ക് ഈ ഒരു മിഡിൽ ഈസ്റ്റ് ത്രൂ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ ടൈമിങ്, അതായത് ട്രാവലിംഗ് ടൈം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് താഷ്കണ്ടിലോട്ട് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് താഷ്കണ്ടിൽ അപ്രോക്സിമേറ്റ് ഒരു 4 hours ഒക്കെയാണ് ട്രാവലിംഗ് ടൈം വരുന്നത്. വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ട്രാവലിംഗ് ടൈം തന്നെയാണ് ഈ ഉസ്ബെക്കിസ്ഥാനിലോട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു കൺട്രി ആയിക്കോട്ടെ MBBS പഠനം എബ്രോഡ് നോക്കുന്നവര് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ആ ഒരു കോളേജിന്റെ സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ, അതുപോലെ തന്നെ അവിടുത്തെ ഫാക്കൽറ്റീസിന്റെ, അതായത് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണോ. അതുപോലെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് മാത്രമല്ല ഉസ്ബെക്കിസ്ഥാൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോയിൽ തന്നെ ഏറ്റവും നമ്പർ 1 പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കൺട്രി കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇന്റർനാഷണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫാക്കൽറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ഇന്റർനാഷണൽ ഫാക്കൽറ്റി അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇന്റർനാഷണൽ ഫാക്കൽറ്റി കൂടാതെ അവിടെ നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റി, എസ്പെഷ്യലി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് മലയാളി ഫാക്കൽറ്റിയുടെ സാന്നിധ്യം തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ എന്തായാലും നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഫുഡും ഒക്കെയാണ്.
ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള അറ്റ്ലീസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇൻസൈഡ് ദ ക്യാമ്പസ് ഹോസ്റ്റൽ ഉള്ള ഒരു യൂണിവേഴ്സിറ്റികളാണ് തന്നെയാണ് ഈ ഉസ്ബെക്കിസ്ഥാനിലുള്ള മിക്ക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഫർഗാന നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇൻസൈഡ് ക്യാമ്പസ് ആണ് ഹോസ്റ്റൽ വരുന്നത്. കൂടാതെ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ പല യൂണിവേഴ്സിറ്റീസിലും സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം വിട്ട് അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പോകുന്ന സ്റ്റുഡൻസിന് ഫുഡിനെ സംബന്ധിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ കൺട്രിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വരുന്നില്ല കേട്ടോ. അപ്പൊ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കാണും. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അഫോർഡബിലിറ്റി ആണല്ലേ. എന്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ, അഫോർഡബിലിറ്റിയെ കുറിച്ച് മാത്രം പറഞ്ഞില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഫീസ്, ഉസ്ബെക്കിസ്ഥാനിലെ ഒരു കോളേജസിന്റെ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു $3,000 to $3,500 പെർ ഇയർ ആണ് ട്യൂഷൻ ഫീസ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന്റെ ലീവിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ലീവിംഗ് എക്സ്പെൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പയർ ടു ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സെയിം ലിവിംഗ് എക്സ്പെൻസ് ഒക്കെ തന്നെയാണ് ഉസ്ബെക്കിസ്ഥാനിലും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ MBBS പഠനം എബ്രോഡ് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ബഡ്ജറ്റ് കുറവായിട്ട് നിൽക്കുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു കൺട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് ഉസ്ബെക്കിസ്ഥാനെ പറയാനായിട്ട് സാധിക്കും. ഇതുവരെ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ, വൈ ചൂസ് ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ വൈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാൻ കൺട്രിയിൽ കോളേജസിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അഡ്മിഷൻ പ്രൊസീജിയർ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.